ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ BJP-യുടെ സുപ്രധാന ദേശീയ നേതൃയോഗങ്ങൾക്ക് നാളെ തുടക്കമാകും. ബംഗാൾ, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര സംസ്ഥാനങ്ങളിലെ സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കും. ആദ്യഘട്ടത്തിൽ 100ഓളം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, വിശദാംശങ്ങൾ. BJP-യുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ലക്ഷ്യമാണ് ഈ മൂന്നാം തവണ അധികാരത്തിലേക്ക് വരിക എന്നുള്ളത്. അതിനു വേണ്ടിയിട്ട് വളരെ ശക്തമായിട്ടുള്ള പ്രചരണ പരിപാടികളാണ് BJP ഇതിനകം തന്നെ ആരംഭിച്ചിരിക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിലും ഏതെങ്കിലും വിധത്തിലുള്ള ഒരു സാവകാശത്തിലേക്ക് കാര്യങ്ങൾ പോകത്തില്ല എന്ന സൂചന നൽകിക്കൊണ്ടാണ് നാളെ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചേരുന്നത്. ആദ്യം പരിഗണിക്കുന്നത് 3 സംസ്ഥാനങ്ങളുടെ കാര്യമാണ്: ഉത്തർപ്രദേശ്, ബംഗാൾ, മഹാരാഷ്ട്ര. ഈ സംസ്ഥാനങ്ങളിൽ നിന്ന് 100ഓളം സ്ഥാനാർത്ഥികളെ, അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാരണാസിയിൽ നിന്നുള്ള സ്ഥാനാർത്ഥിത്വം അടക്കം നാളെ CEC കൺഫേം ചെയ്യും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ ഈ പ്രഖ്യാപനം ഉണ്ടാകും. തുടർന്ന് മറ്റുള്ള സീറ്റുകളിലേക്ക് ഇത്തവണ 400-ലധികം സീറ്റുകൾ നേടുക, 370-ലധികം സീറ്റ് നേടും BJP ഒറ്റയ്ക്ക് എന്നൊക്കെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ അവകാശപ്പെട്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 100 സീറ്റുകളുടെ പ്രഖ്യാപനമായിരിക്കും അടുത്ത ദിവസം ഉണ്ടാകാനായിട്ട് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്. ഇന്നും അതിന് അനുബന്ധമായിട്ടുള്ള ചർച്ചകൾ നടക്കും. അതിനുശേഷമായിരിക്കും നാളെ CEC ചേരുന്നതും പ്രധാനമന്ത്രി കൂടി പങ്കെടുക്കുന്ന ആ യോഗത്തിൽ വെച്ച് ഈ സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം, ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കുന്ന കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു രാധാകൃഷ്ണൻ.